ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. മാത്സിലെ ആക്ടിവിറ്റി ബുക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 3ാമത്തെ പാഠമാണ്, ഫോർ എ ബെറ്റർ ടുമോറോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ വർക്ക് ഷീറ്റ് 17 നിന്നാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് റീഡ് ചെയ്യാം. 17 വർക്ക് ഷീറ്റ് 17. Kavita entered details of plastic collected from 62 houses in her laptop. She typed house numbers in the order below. Write the numbers in the empty boxes. But actually ഇവിടെ 62 എന്നുള്ളത് തെറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 64 ആണ്. അപ്പോൾ നമ്മുടെ കവിത ആരെ കവിത? ഹരിതകർമ്മ സേനയിലെ അംഗമാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കവിത എന്താ ചെയ്യണത്? ഓരോ വീടിൽ നിന്നും കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് ലാപ്ടോപ്പിൽ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഓരോ വീടിന്റെ നമ്പറാണ് അവൾ നോട്ട് ചെയ്യണത്, എഴുതുന്നത്. അപ്പോൾ 51 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 51 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 51 തൊട്ട് 64 വരെയാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇവിടെ 51 തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇവിടെ വിട്ടുപോയ നമ്പേഴ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. 51, 52, 53, 54. അടുത്തത് ഏത് വരും? 55, 56, 57, 58. നെക്സ്റ്റ് 59, 60, 61, 62, 63, 64, ലാസ്റ്റ് വൺ 65 അല്ലേ? അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തറിഞ്ഞിരിക്കണം? നമുക്ക് 1 തൊട്ട് 100 വരെ മസ്റ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് എഴുതാറിയണം? നമ്പേഴ്സും അതിൻ്റെ സ്പെല്ലിങ്, അതായത് വേർഡ്സിൽ എഴുതാനും സ്പെല്ലിങ് എഴുതാനും നമുക്ക് അറിഞ്ഞിരിക്കണം. 100 വരെ കറക്റ്റായിട്ട് എഴുതാൻ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 101, 102 പറഞ്ഞിട്ട് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സ്പെല്ലിങ് തെറ്റില്ലാണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ അറിയില്ലെങ്കിൽ വേഗം അത് ആദ്യം പഠിക്കുക കേട്ടോ. 1 തൊട്ട് 100 വരെ നമ്പേഴ്സും അതോടൊപ്പം സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക, ഓർഡറിൽ പഠിക്കുക. ഇവിടെ 65 ആണല്ലേ നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 65ന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്കിവിടെ എഴുതാം. ഇതാണ് നമ്പർ 65. അപ്പോൾ 65 എന്താണ് പറയുന്നത്? ഐ ആം ബിറ്റ്വീൻ 64 ആൻഡ് 66. ഞാൻ 66ൻ്റെയും 64ൻ്റെയും ബിറ്റ്വീനിലാണ്. എന്ന് വെച്ചാൽ എന്താണ്? നടുക്കാണ് അല്ലേ? അതായത് 65 എന്നുള്ള നമ്പർ എവിടെയാണുള്ളത്? 64 കഴിഞ്ഞിട്ടും 66ന് തൊട്ട് മുമ്പുമാണ് 65. അപ്പൊ അതുപോലെ കാറ്റ് എന്താ പറയണത്? 65 വൺസ് എന്ന് പറയുന്നത് എന്താണ്? 65 ആണ്. കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു നമ്പർ തന്നിട്ട് അതിന് വൺസിൽ എഴുതൂ, ഫുള്ള് വൺസിൽ എഴുതൂ പറഞ്ഞാൽ അതേ നമ്പർ തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ ഇവിടെ 65 ആണ്. അപ്പൊ 65 വൺസ്. ഇനി അടുത്തത് ആരൊക്കെയാണ്? What would have the sparrow, the parrot and the crow said? ഇവിടെ എന്തായിരിക്കും? സ്പാരോയും പാരറ്റും ക്രോയും എന്തായിരിക്കും പറയുന്നുണ്ടാവും നോക്കാം. 65നെ കുറിച്ചാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ സ്പാരോ എന്ത് പറയുന്നുണ്ടാവും? 1 after 64, അതായത് 64, 64 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ. പാരറ്റ് എന്താ പറയണത്? 6 tens, 5 ones. എത്ര ടെൻസ് എത്തണം? എങ്ങനെ ഒരു നമ്പർ തന്നിട്ട് എങ്ങനെ ടെൻസും വൺസും കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ ക്രോ എന്താ പറയണത്? 5 less than 70, അതായത് 70ൽ നിന്നും 5 ലെസ് ചെയ്താൽ എന്താ ആൻസർ വരിക? 65. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കിയാലോ? വർക്ക്ഷീറ്റ് 18. 10-story ബിൽഡിംഗ്, അതായത് 10 നിലയുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഷോ ദ പോസ്റ്റ്മാൻ റൂം 42 ആൻഡ് കളർ ദ റൂം. അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ 1 തൊട്ട് 100 വരെയാണ് ഇവിടെ എഴുതേണ്ട നമ്പേഴ്സ്. കണ്ടിന്യൂ ആയിട്ട് എഴുതി പോവുക. ഇവിടെ കണ്ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഇവിടെ വിട്ടുപോയ നമ്പേഴ്സും കൂടി ഇതുപോലെ എഴുതി ചേർക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് 42, നമ്പർ 42 എവിടെയാണോ കാണുന്നത് ആ കോളത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആ റൂമിന് നിറം കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ 42 കാണുന്നത് ഇതാ അല്ലേ? അപ്പോൾ ഈ 42ന് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ ദ ബിൽഡിംഗ്? മൊത്തം ഈ ബിൽഡിങ്ങിൽ എത്ര റൂംസ് ആണുള്ളത്? എത്ര റൂംസ് ഉണ്ട്? 100 അല്ലേ? 100. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദ ലാസ്റ്റ് റൂം? ലാസ്റ്റ് കാണുന്ന റൂമിന്റെ നമ്പർ എത്രയാണ്? 100. ഹൗ മെനി റൂംസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ? ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര റൂംസ് ഉണ്ട്? എത്രയുണ്ട്? 10. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദ റൂം ജസ്റ്റ് എബോവ് ദ റൂം 56? അതായത് 56 എവിടെയാണ്? 56ന് തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാണ്? തൊട്ട് മുകളിലുള്ള റൂം ഏതാ? 66. മനസ്സിലായല്ലോ? വാട്ട് ആർ ദ റൂം നമ്പേഴ്സ് എബോവ് റൂം നമ്പർ 28? അതായത് 28ന് മുകളിലായി വരുന്ന റൂംസ് ഏതൊക്കെയാണ്? 38, 48, 58, 68, 78, 88, 98. അതായത് തൊട്ട് മുകളിൽ വരുന്ന എല്ലാ റൂംസും എഴുതണം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 18ാമത്തെ വർക്ക്ഷീറ്റ്. അടുത്ത വർക്ക്ഷീറ്റ് 19ാമത്തെ വർക്ക്ഷീറ്റാണ്. വർക്ക്ഷീറ്റ് 90 ബിഗ് ആൻഡ് സ്മോൾ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ നമ്പറും ചെറിയ നമ്പറും ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഓരോ ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുക. ഇവിടെ വലിയൊരു കോളം ഉണ്ട്, ചെറിയൊരു കോളം ഉണ്ട്. അപ്പോൾ വലിയ നമ്പർ ലാർജസ്റ്റ് നമ്പർ ലാർജർ ബോക്സിലും സ്മോളസ്റ്റ് നമ്പർ സ്മോളർ ബോക്സിലും എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ഒന്ന് ആദ്യത്തെ പറയാം. ആദ്യത്തെ ഗ്രൂപ്പ് ഏതാണ്? നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ഈച്ച് ഗ്രൂപ്പ് റൈറ്റ് ദ ലാർജർ നമ്പർ ഇൻ ദ ലാർജർ ബോക്സ്. വലിയ നമ്പറിനെ വലിയ ബോക്സിലും ആൻഡ് ദ സ്മോളർ നമ്പർ ഇൻ ദ സ്മോളർ ബോക്സ്. ചെറിയ നമ്പർ ചെറിയ ബോക്സിലും എഴുതുക. ആദ്യത്തെ ഗ്രൂപ്പ് 27, 72, 79. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വലിയ നമ്പർ കണ്ടെത്തുക? നമ്മൾ ആദ്യം ടെൻസ് നോക്കുക. 10 എവിടെയാണ്? ഇതിൽ 27ൽ 10 എത്ര 10 ഉണ്ട്? 2 10. 72ൽ എത്ര 10 ഉണ്ട്? 7 10. 79ൽ എത്ര 10 ഉണ്ട്? 7 10. ആദ്യത്തെ നമ്പർ ആണ് 10 അല്ലേ? അപ്പോൾ രണ്ടും 7ൽ തുടങ്ങുന്നത്. 2 ആണോ 7 ആണോ വലുത്? 7 ആണ് വലുത്. അപ്പോൾ രണ്ടും 7ൽ തുടങ്ങുന്ന നമ്പർ ആണ്. അപ്പോൾ അടുത്ത വൺസ് നോക്കുക. ഇവിടെ 2 ones ഉണ്ട്, ഇവിടെ 9 ones ഉണ്ട്. അപ്പോൾ ഏതാണ് വലുത്? 9 ആണ് അല്ലേ? നിങ്ങൾക്ക് 2 ചോക്ലേറ്റ് തരണോ 9 ചോക്ലേറ്റ് തരണോ ചോദിച്ചാൽ 9 അല്ലേ പറയുക? വലിയ നമ്പർ അല്ലേ പറയുക? അപ്പോൾ 72 ആണോ 79 ആണോ വലുത് ചോദിച്ചാൽ ഏതായിരിക്കും വലുത്? തീർച്ചയായിട്ടും ഏത് നമ്പർ ആയിരിക്കും വലുത്? 79 ആണ് വലുത്. അപ്പോൾ ലാർജ് നമ്പർ ഏതായിരിക്കും വരിക? 72 ആണോ 79 ആണോ വലുത് വരിക? 79 ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റുക? ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 79 ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ത് ചെയ്യുക? ലാർജർ ബോക്സിനകത്ത് ലാർജസ്റ്റ് നമ്പർ എഴുതുക. അടുത്തത് 27. ഏതാണ് സ്മോളസ്റ്റ് നമ്പർ എന്നാണ് അടുത്ത ചോദ്യം. 27 ആണ് സ്മോളസ്റ്റ് നമ്പർ അല്ലേ? കാരണം ഇവിടെ 210 ഉള്ളൂ. ഇപ്പോൾ 27 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഇതേപോലെ അടുത്ത ചോദ്യത്തിൽ ലാർജസ്റ്റ് നമ്പർ 75, 28, 82. ഏതാണ് ലാർജസ്റ്റ് നമ്പർ? 82. സ്മോളർ നമ്പർ ഏതാ? 28. നെക്സ്റ്റ് 34, 43, 81. ലാർജസ്റ്റ് നമ്പർ 81, സ്മോളസ്റ്റ് നമ്പർ 34. അടുത്ത ഗ്രൂപ്പ് 67, 58, 76. ലാർജസ്റ്റ് നമ്പർ ഏതാ? 76. സ്മോളസ്റ്റ് നമ്പർ 58. നെക്സ്റ്റ് ഗ്രൂപ്പ് 93, 79, 59. ഏതാണ് ലാർജസ്റ്റ് നമ്പർ? 93. സ്മോളസ്റ്റ് നമ്പർ ഏതാ? 59. നെക്സ്റ്റ് 57, 64, 78. ഏതാണ് ലാർജസ്റ്റ് നമ്പർ? 78. സ്മോളസ്റ്റ് നമ്പർ 57. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? എങ്ങനെയാണ് ലാർജസ്റ്റ് നമ്പറും സ്മോളർ നമ്പറും കണ്ടെത്തുക നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം എന്താ? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓൾ. അതായത് ഇവിടെ എഴുതിയിട്ടുള്ള ഈ ലാർജ് നമ്പറുകളിൽ ഏറ്റവും ലാർജ് നമ്പർ ഏതാണെന്ന് നോക്കുക കേട്ടോ. ഏതാണ്? ഇതിൽ ഏതാണ്? 8ൽ 7 tens ഉണ്ട്, 8 tens ഉണ്ട് ഇല്ലേ? പിന്നെയോ 9 tens സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 93 ആണ് ലാർജസ്റ്റ് നമ്പർ. ആൻഡ് വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഓൾ. ഇതിൽ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് നമ്പർ ഏതാണ് നോക്കൂ. ഏതാണ്? അവിടെ 28ഉം 27ഉം ഉണ്ട്. ഏതാണ്? 27 അല്ലേ? 28നെക്കാട്ടും 27 ചെറുതല്ലേ? അപ്പോൾ 27 ആണ് സ്മോളസ്റ്റ് നമ്പർ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 20 ആണ്. Write who I am in the mid circle. ഞാൻ ആരാണെന്ന് ആദ്യം മിഡ് സർക്കിൾ ഈ സർക്കിളിനുള്ളിൽ എഴുതുക. Write about me in the empty spaces. എന്നിട്ട് എന്നെ കുറിച്ചിട്ട് ഈ എംപ്റ്റി ആയിട്ടുള്ള ഈ ബോക്സിന് അകത്ത് എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പർ ഏതാണെന്ന് കണ്ടെത്താം അല്ലേ? ഇവിടെ നോക്കൂ എന്താ എഴുതിയിരിക്കുന്നത്? I am between 51 and 53. ഞാൻ ആരാണ്? 51ന്റെയും 53ന്റെയും ബിറ്റ്വീൻ ഉള്ള നമ്പർ. അതായത് ബിറ്റ്വീൻ എന്ന് വെച്ചാൽ നടുവിലുള്ള നമ്പറാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്യണം? 51ന്റെയും 53ന്റെയും ബിറ്റ്വീൻ ഉള്ള നടുക്കുള്ള നമ്പർ ആരാന്ന് കണ്ടെത്തുക. ആരാണ് 51ന്റെയും 53ന്റെയും ബിറ്റ്വീൻ ഉള്ളത്? 52 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 52. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പ്ലസ് ചെയ്യാൻ പറയുന്നത് നോക്കൂ. 20 + 20 + 12. അതായത് എത്ര ആൻസർ? 20 + 20 + 12. 20 + 20 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 40 കിട്ടും. 40 + 12 ചെയ്താൽ എന്ത് കിട്ടും? 52 കിട്ടും. അപ്പോൾ 20 + 20 + 12 എത്ര കിട്ടുക? 52. നെക്സ്റ്റ് 6 less than 58 എന്ന് വെച്ചാൽ എന്താ? 58നെക്കാട്ടിലും 6 less than എന്ന് വെച്ചാൽ 58ൽ നിന്ന് 6 മൈനസ് ചെയ്യുക, 6 കുറയ്ക്കുക. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 52. നെക്സ്റ്റ് I am double of 26 എന്ന് വെച്ചാൽ 26ന്റെ ഡബിൾ എന്ന് വെച്ചാൽ ഇരട്ടി. നമ്മൾ എങ്ങനെയാണ് ഡബിൾ കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഹാഫ് എന്താ ഡബിൾ എന്താന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 26ന്റെ ഡബിൾ എന്താ? 56. 26 രണ്ട് തവണ എഴുതി കൂട്ടി ആൻസർ എന്ത് കിട്ടും? 52 കിട്ടില്ലേ? ഇനി ഇതേപോലെ 52ന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ എംപ്റ്റി ബോക്സിനകത്ത് എഴുതുക. എന്താണ്? 50 + 2 എന്താ ആൻസർ? 52. 5 tens 2 ones എന്ന് വെച്ചാൽ 5 10ഉം 2 1ഉം എന്താണ്? 52. 52 ones 52 ഒന്നുകൾ എന്ന് പറയുന്നത് എന്താണ്? 52. 1 after 51 അതായത് 51 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ ഏതാ? 52.
മനസ്സിലായല്ലോ. അടുത്തത് റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്നത് നോക്കൂ. ആദ്യം നമുക്ക് ഇവിടെ ഈ കോളം ഫില്ല് ചെയ്യാം. 75 76 അതായത് തൊട്ട് അടുത്ത് വരുന്ന സംഖ്യയാണ് എഴുതേണ്ടത്. ആഫ്റ്റർ നമ്പർ ആണ് കേട്ടോ എഴുതേണ്ടത്. 75 76. അപ്പൊ 58 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ? 58ന്റെ ആഫ്റ്റർ വരുന്ന നമ്പർ ഏതാ? 59 81 82 90 91 98 99. അടുത്തത് നമ്മൾ ബിറ്റ്വീൻ ഉള്ള നമ്പർ ആണ് എഴുതേണ്ടത്. 51ന്റെയും 53ന്റെയും ബിറ്റ്വീൻ ഏതാണ് നമ്പർ? 52. 49ന്റെയും 51ന്റെയും ബിറ്റ്വീൻ ഏതാ? 50. 79ന്റെയും 81ന്റെയും ബിറ്റ്വീൻ ആരാ? 80 അല്ലേ? 68ന്റെയും 66ന്റെയും ബിറ്റ്വീൻ ആരാണ്? 67. 97ന്റെയും 95ന്റെയും ബിറ്റ്വീൻ ആരാണ്? 96. അടുത്തത് ബിഫോർ നമ്പർ ആണ് എഴുതേണ്ടത്. 90ന്റെ ബിഫോർ ആരാ? 89. 80ന്റെ ബിഫോർ ആരാണ്? 79. 61ന്റെ ബിഫോർ ആരാ? 60. 55ന്റെ ബിഫോർ ആരാ? 54. 98ന്റെ ബിഫോർ ആരാണ്? 97. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു നമ്പർ തന്നാൽ അതിന് ഡിഫറെന്റ് വേയിൽ എഴുതാനും അതോടൊപ്പം ആഫ്റ്റർ നമ്പറും ബിറ്റ്വീൻ നമ്പറും ബിഫോർ നമ്പറും എഴുതാനാണ് നമ്മൾ 20ാമത്തെ വർക്ക്ഷീറ്റിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അടുത്തത് 21 വർക്ക്ഷീറ്റ് 21. ജംപ് ത്രൂ നെക്സ്റ്റ് നമ്പേഴ്സ് ടു റീച്ച് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ധ്വനി ആൻഡ് ധ്യാൻ സ്റ്റാർട്ട് ദ ഗെയിം. അതായത് അടുത്തടുത്ത നമ്പറിലേക്ക് ജമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത്. അപ്പൊ ആരൊക്കെ കളിക്കുന്നത്? ധ്വനിയും ധ്യാനും കളിക്കുന്നുണ്ട്. ധ്വനി എങ്ങനെയാണ് ചാടുന്നത് നോക്കാം. അടുത്തടുത്ത നമ്പറിലോട്ട് കേട്ടോ അതുപോലെ ആരോ വരച്ച് ജമ്പ് ചെയ്യണം. അപ്പൊ 88 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 88 89 90 91 92 അടുത്ത 93 94 95 96 97 98 99 100 101. അപ്പോൾ ധ്യാൻ എങ്ങനെയാ ചാടുക നോക്കൂ. 88 89 90 91 അടുത്ത 92 എവിടെയാ? മുകളിലാണുള്ളത് അല്ലേ. ഇവിടെ താഴെ ഉണ്ടോ 92? ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ ധ്യാൻ ചാടാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഹൂ റീച്ച് ദ ബിഗ്ഗസ്റ്റ് നമ്പർ? ആരാണ് ഏറ്റവും വലിയ നമ്പറിലേക്ക് റീച്ച് ആയത്? ധ്വനി. ഇപ്പൊ ധ്വനി എന്ന് എഴുതുക കേട്ടോ, പേരെഴുതണം. മനസ്സിലായല്ലോ എങ്ങനെ കളിക്കേണ്ടതുള്ളത്? തുടർച്ചയായിട്ട് വരുന്ന നമ്പറിൽ ബിഗ്ഗസ്റ്റ് നമ്പറിലേക്ക് ആരാണോ ആദ്യം എത്തുന്നത് ചാടി തുടർച്ചയായിട്ടുള്ള നമ്പറുകളിലേക്ക് ചാടി ആരാണോ ബിഗ്ഗസ്റ്റ് നമ്പറിൽ എത്തുന്നത് അവരാണ് ജയിക്കുക അല്ലെ, കളിയില്ല. അടുത്തത് വർക്ക്ഷീറ്റ് 22. റൈറ്റ് ഇൻ ഫിഗേഴ്സ് ആൻഡ് ഇൻ വേർഡ്സ്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം, നമ്പറിന്റെ നെയിം എഴുതാൻ അറിയണം, വേർഡ്സിൽ എഴുതാൻ അറിയണം, അത് ചോദിക്കാറുണ്ടെന്ന് അല്ലേ. അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇത്. അതായത് നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? വേർഡ്സിൽ തന്നിട്ടുള്ളതിന്റെ ഫിഗറിൽ എഴുതുക. ഫിഗറിൽ എഴുതുക വെച്ചാൽ നമ്പറിൽ എഴുതുന്നതും നമുക്ക് ഫിഗറിൽ തന്നതിന് എന്ത് എഴുതണം? വേർഡ്സിൽ എഴുതുക. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം വേർഡ്സിൽ എഴുതുന്നതല്ല ഫിഗറിൽ എഴുതുന്നതാണ്. 164. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ഫിഗറിൽ എഴുതുക 164. അടുത്തത് 189 195 151. അടുത്തത് ഫിഗറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് എഴുതണം? വേർഡ്സിൽ എഴുതുക 176 159 172. മനസ്സിലായല്ലോ. അതായത് നമ്മൾ 100 വരെ നമുക്ക് എഴുതാൻ അറിഞ്ഞാലാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? 100 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ 164 64. അപ്പൊ നമ്മൾ എന്താണ് 1 തൊട്ട് 100 വരെ സ്പെല്ലിംഗ് അറിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് സ്പെല്ലിംഗ് എഴുതാൻ കഴിയും. അടുത്തത് 23ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ പ്ലസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ എല്ലാം 1ന്റെ കൂടെ പ്ലസ് ചെയ്യുന്നതാണ്. 49 + 1 50. 59 + 1 60. 39 + 1 40. 69 + 1 70. 89 + 1 90. 79 + 1 80. അടുത്തത് 2 ആണ് പ്ലസ് ചെയ്യേണ്ടത്. 49 + 2 51. 59 + 2 61. 39 + 2 41. 69 + 2 71. 89 + 2 91. അടുത്തത് മൈനസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 90 - 3 87. 80 - 3 77. 70 - 3 67. 60 - 3 57. അടുത്ത വർക്ക്ഷീറ്റ് 24. റൈറ്റ് ദ നമ്പേഴ്സ്. പ്ലസ് ചെയ്യുന്നതാണ് കേട്ടോ, പ്ലസ് ചെയ്ത് എഴുതുന്നതാണ്. 100 + 3 + 5. 100 + 3 + 5. 3 + 5 എത്രയാ? 3ഉം 5ഉം കൂടെ കൂട്ടി എത്രയാ? 8. 100 + 8 108. അടുത്ത 100 + 30 + 5. 100 + 30 + 5 135. അടുത്തത് 100 + 3 + 50 എത്രയാണ്?
100 plus 3 plus 50. Answer എന്താ 153. Next 100 plus 30 plus 50. 30 15 plus ചെയ്താൽ 80 ആണ് വരിക. So 100 plus 30 plus 50 180. 50 plus 30 plus 20. 50 plus 30 80. 80 plus 20 എത്ര വരിക ആൻസർ 100. അടുത്ത 60 plus 40 plus 30 130. Next 20 plus 30 plus 70 120. Next 30 plus 30 plus 40 ആൻസർ എന്താണ് 100. Write the missing numbers. അപ്പോൾ ഇതേപോലെ അടുത്തത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. 146 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും മിസ് ആയിട്ടുണ്ടാവുക? ഇവിടെ 300 അല്ല കേട്ടോ, നമ്മൾ തെറ്റി എഴുതിയതാണ്. എന്തെഴുതണം? എത്രയാണ് മിസ് ആയിട്ടുണ്ടാവുക? 100. അതുപോലെ ഇവിടെ എന്താണ് 40, അതായത് ഇവിടെ 300 അല്ല 40 ആണ് കേട്ടോ എഴുതേണ്ടത്. കറക്റ്റ് ആക്കി എഴുതുക. 40 100 plus 40 plus 6 ആൻസർ എന്താ 146. അടുത്തത് 150 ആണ്. ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? 30 ഉണ്ട് 70 ഉണ്ട്. അപ്പോൾ 30 plus 70 എത്ര ആൻസർ 100. ബാക്കിയുള്ളത് എന്ത് എങ്ങനെ കണ്ടെത്തും? ഈ 150യിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? ഈ 70 plus 30 100 മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 50. അടുത്തത് 180 ആണ്. ഇവിടെ 140 ഉണ്ട് 10 ഉണ്ട്. അപ്പോൾ 150. അപ്പോൾ 180യിൽ നിന്നും ആ 150 മൈനസ് ചെയ്യുക. ആൻസർ എന്താ 30. അടുത്തത് ഇവിടെ 20, ഇവിടെ 100 ആണ് ആൻസർ. 25 plus 25 ഇവിടെ ഏതാ നമ്പർ? 25 plus 25 ആൻസർ എന്താ? പ്ലസ് ചെയ്യൂ. ആൻസർ എന്താ 50 കിട്ടും അല്ലേ? 50. അപ്പോൾ 100 നിന്ന് 50 മൈനസ് ചെയ്താൽ ആൻസർ എന്താ 50. മനസ്സിലായല്ലോ? അതായത് 146. 100 plus 40 plus 6 146. 30 plus 50 plus 70 150. 140 plus 30 plus 10 180. 25 plus 25 plus 50 100. Next അടുത്ത വർക്ക്ഷീറ്റ് 25ാമത്തെ വർക്ക്ഷീറ്റ്. Numbers are written on the hanging balls. Write the missing numbers. Answer the questions given below. ആദ്യം ഈ വിട്ടുപോയ നമ്പേഴ്സ് ഇവിടെ എഴുതി ചേർക്കാം. 148 ഉണ്ട്. തൊട്ട് ബിഫോർ വരുന്ന നമ്പർ ഏതാ? 147 146. 146 147 148 149 150 151 152 153. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? എന്താ നമ്പർ നെക്സ്റ്റ് ടു 150. നെക്സ്റ്റ് ടു പറയുമ്പോൾ തൊട്ടടുത്ത് നെക്സ്റ്റ് വരുന്ന നമ്പർ, അടുത്ത് വരുന്ന ആഫ്റ്റർ നമ്പർ. 150 കഴിഞ്ഞാൽ അടുത്ത ആഫ്റ്റർ വരുന്ന നമ്പർ ഏതാ? 151. നമ്പേഴ്സ് നിയറസ്റ്റ് ടു 148 എന്ന് വെച്ചാൽ 148ന്റെ അടുത്തുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം എഴുതണം. 147 and 149. അടുത്തത് fill in the first two blanks and match the numbers with the third column. അപ്പോൾ ഇവിടെ ഈ കോളങ്ങളെല്ലാം ആദ്യം ഫിൽ ചെയ്തിട്ട് ഇതുപോലെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഏതാണ്? 100 30 and 4. അപ്പോൾ അത് നമ്മൾ ഫിഗറിൽ എഴുതുമ്പോൾ 100 plus 30 plus 4. അടുത്തത് 170 and 5. അപ്പോൾ 100 plus 70 plus 5. അടുത്തതോ 100 plus 40 plus 6. അപ്പോൾ അത് ഇവിടെ വേർഡ്സിൽ എഴുതണം. 100 40 and 6. അടുത്തത് 110 and 8. അടുത്തതോ 180 and 3. 100 plus 80 plus 3. അടുത്തത് 160 and 7. മനസ്സിലായല്ലോ? ഇനി ആൻസറിലോട്ട് മാച്ച് ചെയ്യാം. 100 plus 30 plus 4. ആൻസർ എന്താ? 100 plus 30 plus 4 134. അടുത്തത് 100 plus 70 plus 5 175. അടുത്തത് 100 plus 40 plus 6 146. അടുത്തത് 100 plus 10 plus 8. ആൻസർ എന്താ? 118. നെക്സ്റ്റ് 100 plus 80 plus 3 183. നെക്സ്റ്റ് 100 plus 60 plus 7 167. Write these numbers from the largest to the smallest. ഈ നമ്പറിന് എന്ത് എഴുതുക? വലുതിൽ നിന്നും ചെറുതെന്ന ഓർഡറിൽ എഴുതുക. ആദ്യം എന്ത് വരും? 183. അടുത്തത് 175 167 146 134 118. മനസ്സിലായല്ലോ? അടുത്തത് വർക്ക്ഷീറ്റ് 26 ക്രോസ് വേർഡ് പസിൽ ആണ്. അപ്പോൾ എങ്ങനെ ക്രോസ് വേർഡ് പസിൽ എഴുതുന്ന അറിയാലോ? സ്പെല്ലിങ് ഓരോ കോളത്തിലും ഓരോ സ്പെല്ലിങ് എഴുതുക കേട്ടോ. ചിലർ ഇപ്പോഴും എങ്ങനെ ക്രോസ് വേർഡ് പസിൽ എഴുതുക എന്ന് വെച്ചാൽ ഒരു കോളത്തിനകത്ത് തന്നെ 2 സ്പെല്ലിംഗ് ഒക്കെ എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. അതുപോലെ അക്രോസ് എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഡൗൺ എന്ന് പറയുമ്പോൾ താഴോട്ടുമാണ് സ്പെല്ലിംഗ് എഴുതേണ്ടത്. അപ്പോൾ നമ്പറുകൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ അക്രോസിലെ ഒന്നാമത്തെ ചോദ്യം എന്താ? ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാ? വലിയ സംഖ്യ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 99.
അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. ഏതാ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ? 10 ൽ നിന്ന് 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ 9. അടുത്തത് മൂന്നാമത്തെ ചോദ്യം 3 more than 5 എന്ന് വെച്ചാൽ 5നേക്കാളും 3 5നേക്കാളും 3 കൂടുതൽ എന്ന് പറയുമ്പോൾ 5 plus 3 ആൻസർ 8. അടുത്ത നാലാമത്തെ ചോദ്യം സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാ? 10. അടുത്ത ക്വസ്റ്റ്യൻ ഡൗൺ ആണ്, താഴോട്ടാണ്. അഞ്ചാമത്തെ ചോദ്യം സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് 100 ആണ് കേട്ടോ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ആറാമത്തെ 3 more than 10 അതായത് 10നേക്കാളും 3 more എന്ന് വെച്ചാൽ 10ന്റെ കൂടെ 3 പ്ലസ് ചെയ്യുക 13. എന്താണ്? 13. അടുത്തത് 20 more than 50. സെവൻത്ത് ക്വസ്റ്റ്യൻ 20 more than 50 വരുമ്പോൾ 50 50ന്റെ കൂടെ 20 പ്ലസ് ചെയ്യുക ആൻസർ എന്താ? 70. മനസ്സിലായല്ലോ? അടുത്തത് നമ്മുടെ ലാസ്റ്റ് വർക്ക്ഷീറ്റ് ആണ് 27ാമത്തെ വർക്ക്ഷീറ്റ്. നമ്പർ വാച്ച് ആണ്. The numbers at the end of the long and short hand are added and written below. Write the other numbers. അതായത് വാച്ച് ആണ്. അപ്പോൾ ലോങ് ഹാൻഡും ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് ഈ 100ലോട്ടാണ് വരച്ചിരിക്കുന്നത്. ഷോർട്ട് ഹാൻഡും ലോങ് ഹാൻഡും കൂടെ പ്ലസ് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഇവിടെ ഷോർട്ട് ഹാൻഡ് 100ഉം ലോങ് ഹാൻഡ് എവിടെയാണ്? 30. 100 plus 30 130. അടുത്തത് ഇവിടെ ഷോർട്ട് ഹാൻഡ് 100, ലോങ് ഹാൻഡ് എങ്ങോട്ടാ പോണത്? 70 അല്ലേ? അപ്പോൾ 170. അടുത്തത് 100 plus 40 140. അടുത്തത് 100 plus ഏതാ? 45 145. അടുത്തത് 100 plus 50 150. നെക്സ്റ്റ് 100 plus 90 190. Draw the long hand according to the numbers given. ഇപ്പോൾ ഇവിടെ എഴുതിയ ആൻസർ നോക്കിയിട്ട് ലോങ് ഹാൻഡ് വീട്ടിൽ വരയ്ക്കാനാണ് പറയുന്നത്. 135 ആണ് അല്ലേ? അപ്പോൾ 100 അവിടെ ഉണ്ട്. അപ്പോൾ 35ലോട്ട് ലോങ് ഹാൻഡ് വരയ്ക്കുക. അടുത്തത് 180 ആണ്. 100 അപ്പോൾ 80ലോട്ട് എന്ത് ചെയ്യുക? ലോങ് ഹാൻഡ് വരയ്ക്കുക. അടുത്തത് 110 അപ്പോൾ 10ലോട്ട് ലോങ് ഹാൻഡ് വരയ്ക്കുക. മനസ്സിലായല്ലോ? 27ാമത്തെ വർക്ക്ഷീറ്റ്. അപ്പോൾ നമ്മൾ 17 സ്റ്റാർട്ട് ചെയ്തിട്ട് 27 വരെയുള്ള വർക്ക്ഷീറ്റാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.